ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലുള്ള പച്ചക്കറി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഷവർമ്മൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഓവനും അതുപോലെ തന്നെ നമുക്ക് ഷവർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാമഗ്രികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് വീട്ടിലുള്ള പച്ചക്കറിയും അത്യാവശ്യമുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിങ്ങനെ തയ്യാറാക്കാൻ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് കുബൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ശരിയാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഈസ്റ്റും ചേർത്തിട്ട് ഇളം ചൂടുള്ള പാലിലൊന്ന് പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ശേഷം അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്കിനി അതിലേക്ക് ആവശ്യമുള്ള മൈദപ്പൊടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊങ്ങാൻ വെച്ചിട്ടുള്ള ആ പാല് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമുള്ള വെള്ളവും അതുപോലെ ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിപ്പോൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ, ആ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര മൈദപ്പൊടി എടുക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള നമുക്ക് ഈസ്റ്റും പഞ്ചസാരയൊക്കെ ചേർത്തെടുക്കണം. എന്നിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ശേഷം ഇതൊന്ന് നനഞ്ഞ തുണി കൊണ്ട് ഇങ്ങനെ ഒന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് അരമണിക്കൂറൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 ടീസ്പൂൺ തൈര്, ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ശേഷം മുളക് പൊടി 1/2 ടീസ്പൂണ്, ഗരം മസാല 1/4 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് എടുത്തെടുക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. അതുപോലെ കുരുമുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച സമയത്ത് ചേർത്തെടുത്തിട്ടുണ്ട്. ശേഷം ഇതുപോലെ ചിക്കന് ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അപ്പം എല്ലില്ലാത്ത കഷ്ണങ്ങളാകാണെങ്കിൽ അത്രയും വേസ്റ്റ്. അപ്പോൾ ഏത് കഷ്ണം നമ്മൾ കയ്യിലുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് മാഗ്നേറ്റ് ചെയ്തുകൊണ്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ശേഷം പച്ചക്കറികളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ ചെറിയൊരു തക്കാളി, ഒരു സവാള, അതുപോലെ ഉരുളങ്കിഴങ്ങ്, കക്കരിക്ക, കാബേജ് എന്നിവയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ നമ്മൾ വീട്ടിലില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കട്ടോ. എപ്പോഴും ഉണ്ടാവണം നമ്മൾ ഉരുളങ്കിഴങ്ങ് ഉണ്ടാവും, ഒരു വലിയുള്ളി, തക്കാളി, ക്യാരറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മാത്രം വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കക്കരിക്കും കാബേജൊക്കെ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ അല്ലെങ്കിലും നമുക്കിത് തയ്യാറാക്കാം, എന്നാലും ആ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉരുളങ്കിഴങ്ങ് നമുക്ക് പച്ചയിൽ ഏതായാലും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മസാലയൊന്നും കൂട്ടാതെ ഞാൻ ഉരുളങ്കിഴങ്ങ് ഒന്ന് ചട്ടിയിൽ ഇട്ടുകൊണ്ട് കുറച്ച് ഓയിലൊക്കെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടല്ല ജസ്റ്റ് അതിൻ്റെ വേവാവുന്ന രീതിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ അത് വെന്തിട്ട് ശേഷം ഇപ്പം കക്കരിക്ക് ഒഴിച്ചുള്ള പച്ചക്കറികൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്, അത് വേണമെങ്കിൽ ചെയ്താൽ മതി, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ശേഷം കക്കരിക്ക് കൂടി ചേർത്തിട്ട് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചിക്കനൊന്ന് പൊരിച്ചെടുക്കണം. അതിലേക്കുള്ള ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഓയിൽ ചേർത്തിട്ട് ചിക്കനൊക്കെ വെച്ചിട്ട് ഞാൻ അടച്ച് വെച്ച് വേവിക്കുകയാണ്. അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് 2 പ്രാവശ്യം വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ശേഷം നമ്മൾ ഈ കൂട്ടിലേക്ക് നമ്മൾ ചിക്കന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വിനെഗറും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസും ചേർത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കന് പീസ് ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ പിച്ച് ചേർത്താലും മതി. അപ്പോൾ ഞാൻ പിച്ചാനൊന്നും ഇപ്പോൾ എനിക്ക് ഒഴിവില്ല ആ സമയം കൊണ്ട്, അതാണ് ഞാൻ ഇവനെ മിക്സിയിലൊന്ന് കറക്കിയെടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തൂമാണ്. അപ്പോൾ തൂമ കൂടി ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടും കൂടി ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. നന്നായിട്ട് വേണമെന്നുള്ളവർക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക, അതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തൂമുണ്ടാക്കണ ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല, അതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കാണ് ഞാൻ താഴെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസ് ഒന്ന് റെഡിയാക്കി എടുക്കുക.
സോറി, ഇതിലേക്ക് പിന്നെ ഞാനെല്ലാം കുരുമുളകും ചേർത്ത് മറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുക്കണം. ഞാൻ ഫസ്റ്റ് ടൈം ചേർത്ത് കൊടുക്കുക, ഞാൻ അതിനെ മറന്നിരുന്നു, അപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുബൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മാവിടെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. ശേഷം നമുക്കിത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ബോൾസ് ആക്കണം, കാരണം കുബൂസിന് കുറച്ച് അത്യാവശ്യം കട്ടി ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്കിത് ബോൾസ് തയ്യാറാക്കണം. ശേഷം ഈ ഒരു വലിപ്പത്തിലും ഈ കട്ടിയിലൊക്കെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. അധികം കട്ടിയൊന്നും ഓവറാവണ്ട, കാരണം നമ്മൾ ചട്ടിയിലാണിത് ചുട്ടെടുക്കുന്നത്, ഓവനൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കട്ടി ഉണ്ടാക്കിയാൽ മതി. പക്ഷെ പറ്റ തിന്നും ആവണ്ട. ഈ ഒരു സൈസിലൊക്കെ നമുക്കിത് പരത്തിയെടുക്കുക. ശേഷം ഇതുപോലെ നമുക്ക് ദോശ തവ ചൂടാക്കി എടുത്തിട്ട് ഇത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അധികം ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലാക്കണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോവും. നന്നായി ചട്ടി ചൂടായതിന് ശേഷം മാത്രം ചുട്ടെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടെടുക്കുക. എന്നിട്ട് 2 പ്രാവശ്യം ഇങ്ങനെ മറിച്ചിട്ടുങ്ങാണ്ട് വേവിച്ചെടുക്കുക. അപ്പോൾ കരയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ എല്ലാ ബോൾസും പരത്തുക, ഉടനെ ചുട്ടെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുബൂസ് വെച്ച് കൊടുത്തിട്ട് നമ്മളെ ഫില്ലിങ്സ് ശരിയാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മയോനൈസ് ഇതൊന്നും മൊത്തത്തിലൊന്ന് ഇത് എന്താ പറയുക പുരട്ടി കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നമ്മളെ ഫില്ലിങ്സ് ഉണ്ടല്ലോ പച്ചക്കറീൻ്റെയൊക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് നമ്മളെ സൈസിനനുസരിച്ച് നമ്മളെ റോള് എത്ര നമ്മളെ കുബൂസിൻ്റെ വലുപ്പം, അപ്പോൾ അതിനനുസരിച്ച് റോൾ ചെയ്യാൻ കഴിയണം അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നീളക്കത്തിൽ ചേർത്ത് കൊടുക്കുക. ശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര പണിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.